നമ്മളെ ഡൽഹിയിലുള്ള റൂമിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ വീടുകൾ ഇഷ്ടിക വെച്ചിട്ടോ മണ്ണ് വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മണ്ണ് തേച്ചതുണ്ട്. അല്ലാതെ തന്നെ വെറും മണ്ണ് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന വീടുകളും ഇവിടെ കാണാം. നമുക്കിത് പുതുമയാണ്. നമ്മൾ നേരെ ഓട്ടോറിക്ഷയിൽ കയറി അംബേദ്കർ ഭവനിലേക്ക് പോവുകയാണ്. വഴിയിൽ കുറേ റോഡൊക്കെ കേരളത്തിലെ റോഡൊക്കെ പോലെ തന്നെ, പക്ഷെ തീരെ വൃത്തിയില്ലാത്ത സ്ഥലം. ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ, CNGയിൽ പോകുന്ന വാഹനങ്ങളൊക്കെ കാണാം. കുറേ വാഹനങ്ങളുടെ സ്പെയർ പാർട്സും മറ്റേതൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണാം. ഡൽഹിയിലെ മെയിൻ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള വീടുകളാണ്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. വളരെ പരിതാപകരമാണ്. ഇവിടുത്തെ വാഹനങ്ങൾ കാണുമ്പം പലതും MVD എങ്ങനെയാണ് ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ്. അതുപോലെ ഇവരുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ മോശം ഡ്രൈവിംഗ് ആണ്. എങ്ങനെയൊക്കെയാണ് ഒരാൾ ഇതൊക്കെ ഇടുക്കിലെ പോകുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ അംബേദ്കർ ഭവനിലെത്തി. ഇവിടെ സ്കൂൾ, ഓഫീസ്, പല ഓഡിറ്റോറിയം അങ്ങനെ പലതും കൂടിയിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമാണ്. രാവിലെ തന്നെയാണ്, പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരും പിന്നെ മലയാളം ലിറ്ററേച്ചർ അങ്ങനെയുള്ള സംഘടനയുടെ ആരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ലേശം ലേറ്റായിപ്പോയി. അവാർഡും വാങ്ങി അവർ തന്ന ഫുഡ് കേരള ഫുഡായിരുന്നു. സാധാരണ ചോറായിരുന്നു. അതുകൊണ്ട് വളരെ ആശ്വാസം ഉണ്ടായി. ശരി, നമ്മളൊപ്പരം അവിടെ നിന്ന് കൂടി അങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് ലേശം ഫുഡും നമ്മൾ കയ്യിലെടുത്തു. ബാക്കി ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. മലയാളം ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശേതൻ്റെ ബാഗൊക്കെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ കൂടെ അമൃത്സറിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ഇനി മെറ്റീരിയൽസൊക്കെ വളരെ വില കുറഞ്ഞ് കിട്ടും. നമ്മുടെ ട്രെയിന് ലേറ്റാണെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പർച്ചേസിങ്ങിന് വന്നത്. വന്ദേ ഭാരത് ആയിരുന്നു ബുക്ക് ചെയ്തത്. 3 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട വന്ദേ ഭാരത് 6:30-7 മണിയാകുമ്പോഴാണ് പുറപ്പെടാനുള്ള മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ കറങ്ങി നേരെ മെട്രോയിൽ കയറിയിട്ട് സ്റ്റേഷനിലോട്ട് പോകാനാണ് തീരുമാനം. കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ലഗേജ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പേറിയിട്ട് പോകണ്ടേന്ന് ചോദിച്ചുകൊണ്ട് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല. യുക്കുനൊരു ഉടുപ്പ് വാങ്ങി, പിന്നെ എനിക്കും കൊണ്ടുവനും ഓരോ ടീഷർട്ട് വാങ്ങി. ഇത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ, വേറൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ യാത്രയുടെ തുടക്കം ആയതുകൊണ്ട് പൈസ ചിലവിടാൻ കുറച്ചൊരു പേടിയുണ്ട്. ഇത് കണ്ടപ്പോൾ ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് പോലെയൊക്കെ തോന്നി. എന്താണെന്ന് അറിയില്ല. ഏതെങ്കിലും ഫോർട്ടിൻ്റെ ഭാഗം തന്നെയായിരിക്കും. റെഡ് ഫോർട്ടിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഫോർട്ടിൻ്റെ ഭാഗമായിരിക്കും തോന്നും. നമ്മൾ വേറെ ട്രെയിനിൽ നോക്കിയ സമയത്ത് ട്രെയിൻ ഓൺ ടൈം ആണ് എന്ന് കണ്ടു. അപ്പം നമ്മൾ പേടിച്ച് സരോജിനി മാർക്കറ്റിൽ നിന്ന് വേഗം സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞത് ട്രെയിൻ പറഞ്ഞ പോലെ തന്നെ ഡിലേഡ് ആണ്. അതുകൊണ്ട് എന്തായാലും വന്ദേ ഭാരത് അല്ലേ ഡിലേഡ് ആണെങ്കിലും ലാസ്റ്റ് സ്റ്റോപ്പ് അമൃത്സറാണ്. അടുത്തേക്ക് എത്തിയിട്ട് പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. ചൂടൊന്നും ഇവിടുത്തെ ആർക്കൊരു പ്രശ്നമില്ലാതെ തോന്നും. എല്ലാവരും സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ, സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലത്ത് പായ വിരിച്ചും കടന്നു ഇരുന്നൊക്കെ ട്രെയിന് കാത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ചേരാണ്ടിട്ട് ബാഗ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് വെയിറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. ലുക്കുന് വന്ദേ ഭാരത് കയറണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതോടൊപ്പം ശൈതാൻ്റീനെയും കൂടി കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ആഘോഷിക്കാൻ തുടങ്ങി. ട്രെയിൻ ഡൽഹിയിൽ നിന്ന് 3:30 പുറപ്പെട്ടിട്ട് 8:30 ആകുമ്പം അമൃത്സറിൽ എത്തേണ്ടതാണ്. പക്ഷെ ട്രെയിൻ ഭയങ്കര ഡിലേ ആയി. പുറപ്പെടാൻ തന്നെ ഡിലേ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പല സ്റ്റേഷനിലും പിടിച്ചിട്ട് വന്ദേ ഭാരതാണെന്ന് ആലോചിക്കണം. നമ്മുടെ വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് മറ്റു ട്രെയിനാണ് പിടിച്ചിടുക. ഇവിടെ കുറേ എന്തൊക്കെയോ ഇഷ്യൂസായിട്ട് വന്ദേ ഭാരത് പിടിച്ചിട്ട് അവസാനം നമ്മൾ അമൃത്സറിൽ എത്തുന്നത് രാത്രി 2:30-ക്കാണ്. പുലർച്ചെ 2:30-ക്ക്. 1:30 കഴിഞ്ഞപ്പോൾ യുക്കു ഉറങ്ങി. അപ്പോൾ ഇനി അമൃത്സറിലെ വിശേഷങ്ങൾ കാണാം.